നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ബാബു പാലിശ്ശേരി, മുൻ MLA CPM-ൻ്റെ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടു. സംഭവം സിനിമ പിടിച്ച മജീദ് എന്ന യുവ വ്യവസായി മരിച്ചതിൻ്റെ ഓർമ്മ ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തുടങ്ങാം. ഈ ശരീഅത്ത് നിയമത്തിൻ്റെ കാര്യം തർക്കമുണ്ടാക്കി പണ്ട് EMSൻ്റെ കാലത്ത്. അത് മത്താഹ് എന്നൊരു വ്യാഖ്യാനം വന്നു. ആ മത്താഹ് എന്ന വ്യാഖ്യാനത്തിൽ വിവാഹം നടത്തിയ സ്ത്രീക്ക് കൊടുക്കേണ്ട ചില പാരിതോഷികങ്ങൾ. അപ്പോൾ അതിന് ഒരു ജഡ്ജ് ഒരു വക്കീൽ ആലപ്പുഴ വെച്ച് അത് അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറഞ്ഞു. അത് സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രദ്ധിച്ചു. അന്ന് ആകെ ഷാനവാസിൻ്റെ ഫാദർ, ME ഷാനവാസിൻ്റെ ഫാദർ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിയായിരുന്നു. അദ്ദേഹം തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പറയാത്ത പേരിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തത് ഈ ആളാണെങ്കിൽ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന അവസ്ഥയിൽ അദ്ദേഹം ജഡ്ജായി വർഷങ്ങൾ വരുന്ന ഇപ്പോൾ അവസാനം കിടക്കുകയാണ്. അപ്പോൾ ഈ നിയമം നമുക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ പറയാൻ പറ്റിയ ഒരു ടീമിനുണ്ടാക്കും. ആ ടീമിൻ്റെ വാക്ക് പറയും. ഉദാഹരണമായി ഇന്നൊരു പ്രഗത്ഭ വക്കീൽ പറഞ്ഞു, ഈ ഹിജാബിൻ്റെ വിഷയം കർണാടകയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞു 5 കാര്യത്തിൽ ഇത് വരുന്നില്ല എന്ന്. പ്രധാനപ്പെട്ട 5 കാര്യം എന്നുള്ളത് പുള്ളിയത് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു. വക്കീൽ ഭാഷ എനിക്കത് ഓർമ്മയില്ല, അതില്ല എന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മോന് പിന്നെ ശ്രേഷ്ഠ ചില സ്ഥലത്ത് നോ എൻട്രി ബോർഡുണ്ട്, അത് ചില സ്ഥലത്ത് സ്ട്രിക്റ്റ്ലി നോ എൻട്രി ബോർഡുണ്ട്. വാസ്തവത്തിൽ ഇതിൻ്റെ ആദർശം ആശയമൊക്കെ ഒന്നിനല്ലേ, പ്രവേശമില്ലെന്നല്ലേ. ഇവിടെ നിർബന്ധം പറഞ്ഞ കാര്യമുണ്ട്, ഈ 5 കാര്യം. അതുകൂടാതെ നിർബന്ധം മാത്രമല്ല, മുസ്ലിമിന് പ്രത്യേകിച്ച് വനിതകൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, നിർബന്ധം തന്നെയാണ് ഈ തലമറക്കുക എന്നുള്ളത്. അത് നമ്മുടെ പ്രായപൂർത്തി എന്ന് പറഞ്ഞത് 18 വയസ്സാണ് ഇന്ത്യയിൽ. പക്ഷെ ഇസ്ലാമിക രീതി അതല്ല. പെൺകുട്ടി അത് പ്രായപൂർത്തിയാണെന്നാണ് അവൾ മെച്ചുവറായെന്ന് പറയുന്നത്. അപ്പോൾ 5 വയസ്സിൽ അമ്മയായിട്ടുണ്ട്, 7 വയസ്സിൽ മെൻസസ് പ്രായപൂർത്തിയായിട്ടുണ്ട്, 9 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 5ഉം 7ഉം ഒക്കെ ഏതാണ്ട് എക്സ്ട്രാ ഓർഡിനറിയാണ്, അസാധാരണമാണ്. സാധാരണഗതിയിൽ 9 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ മെൻസസ് ഇതാകാറുണ്ട്. അപ്പോൾ ഒരു 9 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ തലമറുക്കുക എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. മനസ്സിലാക്കണം. ആ വക്കീലോട് പറയാണ്, വക്കീലിൻ്റെ പേര് ഞാൻ പറയില്ല, വൈകാതെ. അതേ സ്ഥാനത്ത് കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിക്കുന്ന ഒരു മുസ്ലിമിന് അവന് ഇറച്ചി അർത്ഥമാണോ തല്ലിക്കൊന്നാന്ന് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇസ്ലാം ആചാരം അനുഷ്ഠിക്കുന്നൊരു കാര്യം പറഞ്ഞത്, അല്ലാതെ മുസ്ലിം നാമധാരികളായിട്ട് പലരുണ്ട്, അവരെല്ലാം പറഞ്ഞത്. അപ്പോൾ തലമറക്കൽ അതാണ്. ഈ തലമറക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പർദ്ദ സിസ്റ്റം സ്കൂളിൽ വരുമെന്ന് നമ്മൾ പറയുന്നില്ല. അതിൽ പർദ്ദക്ക് മുകളിൽ വേറൊരു പർദ്ദ, ഈ മുഖം മറക്കുന്നത്, അതൊക്കെ തട്ടിപ്പാണ്. ഞാൻ ഇന്നലെ ഞങ്ങളുള്ളവരൊക്കെ വെടിവെച്ച് വന്നാലും ഞങ്ങൾ പരാതിയില്ല. അതെന്തൊരു നിയമമാണ്? മനുഷ്യന് മുഖം മറച്ചിങ്ങനെ റോഡ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് എല്ലാവരും കാണാം, മറ്റാരും കാണുന്നില്ല. അതൊന്നും ആ ഒരു രീതി ഇസ്ലാമിക ആണെങ്കിൽ പോലും നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത് പറയാം, ഇസ്ലാമിക ആണെന്ന് വിചാരിക്കുക നിങ്ങൾ പോകേണ്ടത്, ഞങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല. അതൊക്കെ ഈ യുഗത്തെ പറ്റിയല്ല. പക്ഷെ അങ്ങനെ തലമറക്കുന്ന അത് പാടില്ല എന്ന് പറയുന്ന കന്യാസ്ത്രീകളും സഭ സംഘടിപ്പിക്കുന്ന ഓഫീസ് സ്ഥാപനങ്ങളും ഒന്ന് വ്യക്തമാക്കണം. ഇതിന് മധ്യസ്ഥ വഹിച്ചത് IBയുടെ MPയും നമ്മുടെ DCC പ്രസിഡന്റ്, നാളത്തെ MLA ആകാൻ പോകുന്ന ആളും മധ്യസ്ഥ പറഞ്ഞ് എന്ത് ചെയ്ത്, ആ പാവം പെൺകുട്ടിയെ വാപ്പാനെ അവൻ്റെ വീട്ടിൽ ചെന്ന് ഇവർ 2 അധികാരികളാണല്ലോ, 2 അധികാരി ചെന്ന് പാവം അയാൾ വരട്ടുപോയി, അയാൾ സമ്മതിച്ചു. ഇവ നോക്ക്, IBയുടെ ഞാൻ എൻ്റെ സ്നേഹം, IBയുടെ ജോർജ് ഗേട്ടിൻ്റെ മകൻ എൻ്റെ വളരെ അടുത്ത സ്നേഹിതാണ്. ഈ IBയുടെ എൻ്റെ എൻ്റെ മകനെ പോലെയാണ്. എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. അത് ഷിഹാസ് എൻ്റെ ബ്രദറെ പോലെയാണ്. പക്ഷെ നിങ്ങളുടെ കളി അപകടത്തിൽ പോകണം. ഇന്ന് നിങ്ങൾ പ്രഖ്യാപനത്തിന് ഉച്ചക്ക് പറ്റും. അതിന് ശേഷം വന്ന റിപ്പോർട്ടുണ്ട്, ഗവൺമെൻറ് പറഞ്ഞത് ആ കുട്ടിയുടെ മൗലികാവകാശം
നശിപ്പിച്ചതിൽ ചോദ്യം ചെയ്യണം. 15-ാം തീയതി ഒറ്റ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞതല്ലേ, മരമണ്ടന്മാരെ കോൺഗ്രസ്സുകാരെ ഞാൻ ഇന്നലെ പറഞ്ഞു. 3 സ്ഥാനമുണ്ട്: യൂത്ത് കോൺഗ്രസ്, KSU, പിന്നെ മുതിർന്ന കോൺഗ്രസ്. ഈ 3-ൽ ഏതെങ്കിലും ഒരു സ്ഥാനം 40% വരുന്ന മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് ഇന്നലെ പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞല്ല, UDF അധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് LDF തോൽപ്പിയല്ല, LDF നിലനിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴേ അത് ചെയ്തില്ല, വെച്ചാൽ ഇത് കൊടുത്തില്ല ഒരാൾക്ക്. അപ്പോൾ അഭിവർക്കി പറയണം എനിക്ക് കിട്ടാത്ത വെല്ലുവിളി BJP പോകാൻ പോകുന്നു. എടോ അഭിവർക്കി, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ജനാധിപത്യ ഇന്ത്യയിൽ ആൾക്ക് വോട്ടുള്ളൂ. ഇവിടെ നിങ്ങളുടെ സമുദായം എത്ര ഉണ്ടോ കേരളത്തിൽ? 15%, 5% കൺവേർട്ട് ക്രിസ്ത്യ, ബാക്കി 10% ഉള്ളൂ. ഞാൻ എൻ്റെ ക്രിസ്ത്യ സഹോദരങ്ങളെ 99% ക്രിസ്ത്യ സഹോദരങ്ങളും വളരെ നല്ല ആൾക്കാരും രാജ്യസ്നേഹികളും ഒക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ അപൂർവം ഈ കാസി പോലെ ക്രിസ്ത്യക്ക് പോലെ ചില വിഷവിത്തുകളുണ്ട്. അത് മുസ്ലിം സമുദായത്തിലുണ്ടില്ലെന്നില്ല. അവർ ഫലം കേട്ട് നിങ്ങൾ കളിച്ചാൽ അപകടം പറ്റി ഞാൻ പറഞ്ഞുതരാം. അത് ബിസിനസ്സാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ സമുദായമുണ്ട്, വളരെ അടുത്ത് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാവുന്നുണ്ട്. അവർ നിങ്ങൾ എന്നോട് വിഷമിയാക്കിയത് ഈ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ സമുദായം തോറ്റുപോകും, ഈ ക്രിസ്ത്യൻ സമുദായം. അതാണ് രാജഗിരി ഹോസ്പിറ്റല് അബുദാബിയിലെയും അറബിയിലെയൊക്കെ വച്ചിട്ടുള്ള ചിത്രമാണ്. അവിടെ നമസ്കരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് പ്രത്യേക സ്ഥലമുണ്ട്. അങ്കമാലിയിൽ കുഞ്ഞീഷ് എന്നൊരു ബിസിനസ്സാണ് ഉണ്ടായി. വളരെ താഴേക്കടയിൽ കുഞ്ഞീഷയുടെ കൂടെ ബദർ റാവുത്തർ, ഈ ഞാൻ പറഞ്ഞ ഒരു 50, 55, 60 കാലഘട്ടത്തിലാണ് അവർ ഈ കന്നുകാലി കൊണ്ട് വിൽക്കുന്നവരുടെയാണ്. രണ്ടും ഉറ്റ സുഹൃത്തുക്കളാണ് സത്യസന്ധമായിട്ട്. അതായത് കന്നുകാലി കൊണ്ടിട്ട് ഓരോ നമ്പറിന് കിട്ടുന്നുണ്ട്. 18-ാം നമ്പറിന് രജിസ്റ്റർ പോകും, ഇത്ര രൂപ എന്നുണ്ട്. അതിൽ അവർ ആ വിലക്ക് വിൽക്കും, യാതൊരു തട്ടിപ്പില്ല. ഇതാണ്. അപ്പോൾ അങ്കമാലി പള്ളിയില്ല. അപ്പോൾ കുഞ്ഞീഷ് പറഞ്ഞ് പള്ളി പണിയാൻ വേണ്ടി ചില കാക്കാമാരോട് സമീപിച്ചപ്പോൾ കാക്കാമാർ സമ്മതിച്ചില്ല. അപ്പോൾ കുഞ്ഞീഷ് പറഞ്ഞ് നിങ്ങൾ സഹകരിക്കുന്നില്ലെങ്കിൽ പള്ളി ഞാനും പഠിക്കും. പിന്നെ മാപ്പിള പള്ളി വന്ന് പരാതി പറയുന്ന പറയും. അങ്ങനെ കുഞ്ഞീഷോയും ഈ ബദറാവുത്തറും മറ്റെല്ലാം ചേർത്ത് പള്ളി പണിത്. അത് ദ്വയാർത്ഥം എന്ന് വെച്ചാൽ പള്ളി ഇല്ലെങ്കിൽ ഈ അവിടെ വരുന്ന അങ്കമാലി സിറ്റിയിലും അങ്കമാലി ഹോസ്പിറ്റലും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കസ്റ്റമേഴ്സല്ലോ 4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കാലിയുണ്ട്, അവിടെ പള്ളിയുണ്ട്, എല്ലാം തന്നെ അവിടെ ആൾക്കാരങ്ങോട്ട് ബിസിനസ് പോവും. ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾ ഈ സഭാ നേതൃത്വത്തോട് പറയാണ്, നിങ്ങൾ കോടികൾ മുടക്കി ആശുപത്രിയുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ലിസി ആശുപത്രിയുടെ അതുകൂടെ ഇപ്പോൾ PVS ആശുപത്രി എടുത്ത് ഉദ്ഘാടനമാണ്. 200, 300, 500 കോടിക്കാണ്. അങ്ങനെ നിരന്തരം അപ്പോഴാണ് മെഡിക്കൽ ടെസ്റ്റ് ഇന്നലെ ചെയ്യപ്പെട്ട ആ ഭാഗം മുഴുവൻ ആയിട്ടുണ്ട്, ആ പ്രദേശം മുഴുവൻ ആയിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, 15%, 5% തെറ്റിദ്ധരിക്കുക കേട്ടോ. 5% ദളിത, അവരൊന്നും അറിയാമല്ലോ, പാവപ്പെട്ട പഠിക്കാറ്. അവരൊന്നും നിങ്ങളുടെ ഹോസ്പിറ്റൽ വരാനൊന്നും പണമില്ല. ബാക്കി 10% ക്രിസ്ത്യൻ സമുദായം. അതിൽ 3 പേരാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. പക്ഷേ 40% കാക്കന്മാരിലെ 25 പേര് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. സംശയം ഞാൻ കണക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് തരാം. നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് ഒരു ദിവസം രാവിലെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ അവിടെ ഒരു മാസം രജിസ്റ്റർ പരിശോധിച്ച് നോക്ക്. ഇവരൊക്കെ ഒന്നങ്ങോട്ട് കണ്ണടിച്ചാണല്ലോ ഈ കോടികൾ മുടക്കി ആശുപത്രിയൊക്കെ. പണ്ട് അയ്യങ്കാളി പറഞ്ഞ പോലെ, അയ്യങ്കാളി പറഞ്ഞതാണ്, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൃഷിസ്ഥലം പാടം പുല്ല് പിടിപ്പിക്കുമെന്ന് പറയാം. അതൊക്കെ ഒരു പക്ഷേ അന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. അന്നത്തെ കാലം പേര് അന്നാ 100 വർഷം മുമ്പാണല്ലോ. ഞങ്ങളിന്ന് പറഞ്ഞ വെല്ലുവിളിയൊന്നുമില്ല, ഇതൊരു ബിസിനസ് യാഥാർത്ഥ്യമാണ്. ആവശ്യമുള്ള കാര്യത്തിൽ നിങ്ങൾ തലയിടരുത്. വല്ല ക്രിസംഗികൾക്കും സംഘികൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി നടക്കുന്നുള്ളൂ. നിങ്ങളുടെയാണ് കോടികൾ പോകുന്നത്, കോടികളെ മുടക്കിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി വളരെ സ്നേഹത്തിൻ്റെ ഭാഷയെ പറയാം, പിണങ്ങാൻ വേണ്ടിയില്ല. ഈ 40% വരുന്ന മുസ്ലിം സമുദായം പതക്കൊന്ന് കണ്ണടിച്ചാൽ നിങ്ങൾ സ്ഥാപനം പൂട്ടിപ്പോവും. സ്കൂളിലും ആളുണ്ടാവില്ല, ഹോസ്പിറ്റലിലും ആളുണ്ടാവില്ല. കോടികൾ മുടിക്കുന്നത് വെള്ളത്തിലാവും. ആൾ വേണ്ടേ? ആൾ തന്നെ കാശ് കിട്ടണ്ടേ? അതായത് 100 രൂപ, 90 രൂപ. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കൂടി പറയാണ്, സ്റ്റേറ്റ് ഭാഷ പറയണേ, 90 രൂപയോ 10 100 എടുത്ത് ബ്ലേഡ് ഇട്ട് പലിശ വാങ്ങുന്നതാണ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ. പലിശ, പന്നി വളർത്തൽ, പിന്നെ അബ്കാരി, അതാണ് അവരുടെ ബിസിനസ്. ഇത് 3 കാക്കാമർക്ക് ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാണ് മുസ്ലിങ്ങൾക്ക്. അവർ ചെയ്യുന്ന ഈ വെട്ടിക്കട, അല്ലെങ്കിൽ ചായക്കട, ഹോട്ടൽ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മറ്റ് മുസ്ലിങ്ങളതില്ല. ഏത് വില കൂടിയ സാധനം, ഏത് വില കൂടിയ ഹോട്ടൽ, ഏത് വില കൂടിയ ഹോസ്പിറ്റൽ, ഇവരെല്ലാം വന്ന് ക്യാമ്പ് ചെയ്യുന്ന ഈ സമുദായമാണ്.
ഈ സമൂഹമാണ് അത് ലക്ഷങ്ങളായിട്ട് വരുന്നത്. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് കുറേ പണമുണ്ടല്ലോ, വടക്കേരി പോലെയല്ല. അതുകൊണ്ട് അവർ ആവശ്യമില്ലാതെ പിണക്കിയാൽ അവർ ചിലർ നിശബ്ദമായിട്ട് ഒന്നും പുറത്ത് പറയുന്നുമില്ല, അവർ നിശബ്ദമായിട്ട് പ്രവർത്തിക്കും. സൈലന്റ് കില്ലിന് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ അത് നിങ്ങൾക്ക് അപകടം ചെയ്യും. കാരണം എന്തുകൊണ്ട് തലമറച്ച് വരുന്ന കുട്ടി സ്കൂളിൽ വരുന്നാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ പറയുന്നത്? മറ്റേ ആ മഹാൻ പറഞ്ഞല്ലോ, പുറത്തിറങ്ങുമ്പോൾ കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് ഈ യൂണിഫോമാണ്, അവർ വീട്ടിൽ നിന്ന് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ റൂമാണ്. അത് തന്നെയാണ് മുസ്ലിം സ്ത്രീകൾക്കും. 9 വയസ്സ് കഴിഞ്ഞാൽ അവന് മേജറായി എന്ന് പറഞ്ഞേ. 9 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിയും പുറത്തിറങ്ങും, അവർക്ക് തല മറച്ചിരിക്കണം, വിശ്വാസമുള്ളവർക്ക്. അല്ലാത്ത പറ്റില്ല. അത് അങ്ങനെ ഇല്ല, ഒരു നിയമം പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞതാണ് ഒരു മഹാൻ പറഞ്ഞത്. അങ്ങനെ സുപ്രീം കോടതി എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞുള്ള കാര്യം പറഞ്ഞത്. അത് തന്നെയല്ല, മുസ്ലിം സമുദായം LDF നിന്ന് ഒന്ന് മാറി നിൽക്കായിരുന്നു. അൻവറിന്റെ പണിയും മറ്റൊക്കെ ചെയ്ത് അതേ വീണ്ടും പോയി തുടങ്ങി. സ്വാഹ. ഞാൻ IB-നോട് പറയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ, അതുപോലെ ഷിഹാസിനോട് പറയാൻ എനിക്ക് അവരോട് ഒരു ഇഷ്ടക്കുറവില്ല. എല്ലാം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മകനെ പോലെയാണ്. IB എൻ്റെ മകനെ പോലെയാണ്. പിന്നെ ഷിഹാസ് എൻ്റെ സുഹൃത്തെ പോലെയാണ്. ഷിഹാദ് ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. കാരണം പിന്നെ നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ വാക്ക് കേട്ട് ആ മറുനാടൻ മലയാളിക്ക് സപ്പോർട്ട് ചെയ്തു. നാളെ ഇലക്ഷൻ വരുമ്പോൾ ഇതൊക്കെ 1,000 ഇരട്ടിയായിട്ട് മുസ്ലിം പേരിൽ കമ്മ്യൂണിസ്റ്റ് എഴുതുപക്ഷ ഇറക്കും വേഗം അതിന്. അപ്പോൾ നിഷ്പക്ഷമതിയാൽ മുസ്ലിങ്ങൾ അത് മാറും, വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയാം, ജാനുവിനെ UDF എടുക്കാൻ പറഞ്ഞു, ഞാനും പറഞ്ഞു. പക്ഷെ ജാനുവിനെ UDF എടുക്കിട്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു കാരണവശാലും ഒരു അസംബ്ലി സീറ്റ് കൊടുക്കരുത്. നിങ്ങൾക്കൊരു പഞ്ചായത്ത് ഏതെങ്കിലും വാർഡിൽ കൊടുക്കാൻ കുഴപ്പമില്ല, അസംബ്ലി സീറ്റ് കൊടുത്താൽ ആ സീറ്റ് പോകും. ഇപ്പം നിങ്ങൾ മറ്റൊരു പെൺകുട്ടി കൊണ്ടല്ലേ ഇതെന്താണ് മനസ്സിലാക്കണത്? ഞാൻ IB-യോടും സതീഷിനോടും ലീഗാരോടും പറയാണ്, ലീഗാരൊന്നും എതിർത്ത് തുടങ്ങി കേട്ടോ. അത് പറയാണ്, ഈ ഒരു സീറ്റ് കൊടുത്തില്ല ആ പെൺകുട്ടിക്ക്, അപ്പോൾ കൊച്ചു പെൺകുട്ടി പാട്ടുകാരിക്ക് ആ ഒരു 2 സീറ്റ് കളഞ്ഞില്ലേ, ഒരു പാർലമെന്റ് സീറ്റ് കളഞ്ഞ് ഒരു അസംബ്ലി സീറ്റ് കളഞ്ഞില്ലേ. അവരെന്ത് ചെയ്ത്? കോൺഗ്രസിന്റെ മുസ്ലിങ്ങളുടെ വോട്ടിട്ട് ജയിച്ചിട്ട് നേരെ മറുനാട് പോയി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ ആ പെൺകുട്ടി പറഞ്ഞറിയോ, ഞാൻ മുഖ്യമന്ത്രിക്ക് എതിരായതുകൊണ്ടാണ്. കാരണം അവർക്ക് അത്ര വിവരമുള്ള കാര്യത്തിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കി കൊണ്ടുവന്നല്ലേ. ആകെ 2% ഉണ്ടായത് ഈ ആദിവാസി അല്ലെങ്കിൽ പിന്നെ ട്രൈബ് എന്നുണ്ട്. അതിപ്പോൾ കുറഞ്ഞ് 1%ആയി. 9% ദളിതും 1% ട്രൈബും. കാരണം എല്ലാം മെച്ചമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആകും 10% ഇപ്പോൾ. അതിൽ 9 ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റും ട്രൈബാണ്. 1%. അതിൽ ജാനുവിൻ്റെ കൂടെ എത്ര പേരുണ്ട്? നിങ്ങൾ ജാനു മുന്നിലെടുത്തോ. 1% മാത്രമുള്ള ഒരു വിഭാഗമാണ് ജാനുവിൻ്റെ. അതിൽ 100 അംശം പോലും അവർ കൂടെ ഇല്ല. അതാണല്ലോ LDF ഉപേക്ഷിച്ച് BJP ഉപേക്ഷിച്ച്. BJP സംബന്ധിച്ച് ഒരു കാരണവശാലും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അവർ വിടൂല. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വോട്ടെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ BJP കളയില്ല. ഇതിപ്പോൾ സുരേഷ് ഗോപിയെ കളയാൻ പോവാണ്. എന്താ കാരണം? പനി ബാധിതയായി. ഇപ്പോഴും അദ്ദേഹം പറയണം, ഇന്നയാൾ മന്ത്രിയാക്കിയോ ഞാൻ മാറാത്. അത് പാർട്ടിയിൽ തീരുമാനിക്കുക. അപ്പോഴത്തെ അങ്ങനെ മരമണ്ടനാന്ന് മനസ്സിലാക്കി ഇപ്പോഴും തുടർന്നും പിടിച്ചെല്ലാം പാർട്ടി ബാധ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ മന്ത്രിസ്ഥാനം പോയി BJP വിടാണ്. അങ്ങനെ രക്ഷയിലെ വിടും, അല്ല വിടില്ല. അങ്ങനെ ജാനുവിനെ വിട്ടെങ്കിൽ അത് കാരണമുണ്ട്. ആ ജാനു എടുക്കാൻ പറഞ്ഞ് മുന്നണി ചേർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിലൊരു കാര്യമാണ്, ഞാൻ പറയാം, 1% ഉള്ളൂ ആ ജാനു. ഇവിടെ 40% അൻവർ. ആ അൻവർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അൻവർ ചെയ്ത് തെറ്റാണ്, ഞാൻ സമ്മതിക്കാം. ഇപ്പം ഈ സുരേഷ് ഗോപി പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട ഞാൻ മാറാണ്, ഇന്ന ആളെ ആക്കാൻ പറഞ്ഞ് തെറ്റാണ്. അതുപോലെ ഈ അൻവർ ജോയി ആക്കണം എന്ന് പറഞ്ഞ് 100% തെറ്റാണ്. തന്നെയുമല്ല, ACC ഒരു തീരുമാനം എടുത്തപ്പോഴേ അതിനെതിരെ പറഞ്ഞ അൻവറിൻ്റെ തീരുമാനം ആ സമയത്ത് തന്നെ അൻവർ മലപ്പുറത്ത് പറയാണ് അത് ആ സ്ഥാനാർത്ഥി പറ്റൂല. അത് തന്തയില്ലായ്മ തന്നെ, ഒരു സംശയമില്ല. എങ്കിലും എന്താ കാരണം? 40% വോട്ടുള്ള വിഭാഗമുണ്ട് റെപ്രസെൻ്റാണ് അൻവർ. അൻവർ രാജിവെച്ചിട്ട് മാത്രമാണ് ഇവിടെ ജയിച്ച സീറ്റ്. ആ അൻവറിനെ എങ്ങനെയും കൂടെ നിർത്തിയില്ല. സതീഷ് നിർത്തിയില്ല. അവിടെ വേറെ പോയിട്ട് വരുന്നു. അവിടെ കണ്ണൂരിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക്, ഒരു വിദേശ മലയാളി. അയാൾ മാത്രമുള്ള അയാളുടെ ഒരു പെൺകുട്ടി ഉണ്ട്, അത്രേ ഉള്ളൂ. അതെടുക്കാമെന്ന് സതീഷ് ഒരു കുഴപ്പമുണ്ടായില്ല. കളി മാറാൻ പോണ സതീഷ് വീണ്ടും LDF വരാൻ പോവാണ്. എന്ത് കളി? ഞാൻ പച്ച മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞ് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി വ്യക്തമായിട്ടും ശാസ്ത്രീയമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും തത്വപരമായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിങ്ങനെ
സതീശൻ ഉൾപ്പെടെ. ആ 3 സ്ഥാനമുണ്ട്, അതിൽ ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കണം. യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU കൊടുത്തില്ല. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഓർഡർ വന്നു, ഇനിയാള് അബിൻ മറിക്ക് മാറ്റി മറ്റ് കൊടുക്കണമെന്ന്. ലീഗ് മിണ്ടില്ല. ലീഗിനെ സംബന്ധിച്ച് അന്നലെ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഒരു മുസ്ലിം മറ്റു പാർട്ടിയിൽ വരരുത്, പുള്ളി അവർക്ക് ഇഷ്ടമല്ല. അത് അവർ കുറ്റമല്ല, അവരുടെ നേച്ചറാണ്, അവരുടെ പോളിസിയാണത്. പക്ഷെ അത് കോൺഗ്രസ് നോക്കണ്ടേ? ഇത് മാറി തുടങ്ങി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും എന്ത് തീരുമാനം നടന്നോ അതുപോലെ വീണ്ടും LDF അനുകൂലമായിട്ട് മുസ്ലിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാക്കായി നിങ്ങൾക്കൊരു പറ്റുപറ്റി, ഞാൻ സത്യം പറഞ്ഞ് ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം എന്താ, കുഞ്ഞാക്കാനെയും തങ്ങളെയും കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ തുണി വിരിക്കില്ലേ, അതിലും വീഴില്ലത്. അത് 5-1 മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗിലുള്ള അനുഭാവികളുള്ളത്. ബാക്കി 4 ഭാഗവും ഏതാണ്ട് 1,15,00,000 മുസ്ലിങ്ങൾ പുറത്താണ് കിടക്കുന്നത്. അവർ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ പള്ളിയെത്തി പോയി ആ കാക്കാനെ വെച്ചിട്ട് പള്ളിക്കാർക്ക് വേണ്ടി വായിച്ചു എന്താ പറഞ്ഞല്ലോ, കേസ് വിജയിച്ചു, പക്ഷെ പറമ്പ് മൂത്തനാർക്കെന്ന് പറഞ്ഞ പോലെയാണ്. അവിടെ നിന്ന് തീരുമാനിച്ച് പള്ളിക്കാർ പറഞ്ഞ പോലെ. എന്തോടോ ഐവിയുടെ അതിന് നിങ്ങൾ കാണിച്ച ബുദ്ധി. എന്നിട്ട് നിങ്ങൾ 2 കട്ടിയിൽ 2 വാക്ക് പറഞ്ഞു. എന്തറിയോ, RSSും BJPയും അങ്ങനെ ശ്രമിക്കേണ്ടെന്ന്. ഒരു പഞ്ചാര വാക്ക് പറഞ്ഞ് മുസ്ലിങ്ങളെ മയക്കുന്ന പടി കഴിഞ്ഞ ഷിഹാസെ. അത് അന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ RSS പറഞ്ഞത് വെട്ടിയാലൊന്നും മുസ്ലിങ്ങൾ വോട്ട് കിട്ടിയൊന്നുമില്ല നിങ്ങൾക്ക്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ നിരന്തരമായിട്ട് 50-60 വർഷത്തെ അധ്വാനം ആ സമുദായത്തിലെ യുവാക്കളെ പ്രതി വിദ്യാഭ്യാസമുള്ളവരെ ചിന്താശക്തരാക്കി, പ്രാപ്തരാക്കി. അവരെ എന്താണ് സ്വയം നിൽക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ, അല്ലാതെ പണം ഉണ്ടാക്കാനല്ല. നിങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങൾ വേണം. അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കളി കാണാം. ഏതാനും ദിവസം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമല്ലോ, നവംബർ ഇലക്ഷനാണ്. ഇനി 50-60 ദിവസമേ ഉള്ളൂ. തീരുമാനം അറിയാം. പഞ്ചായത്ത് ഇലക്ഷനിൽ LDF ആണ് കൂടുതൽ നേരെ നിങ്ങൾക്ക് തീർന്നില്ലേ? കയ്യെ കാല പിടിച്ച് ഞാൻ ഈ നശിച്ച കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞ്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്ക്, അപകടത്തിലേക്ക് പോകാണ്. ഇനി ഒരു ഭരണം കൂടി LDF വന്നു കഴിഞ്ഞാൽ LDF നശിക്കും, കോൺഗ്രസ് നശിക്കും, BJP വരട്ടെ, എല്ലാം എത്തിയാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് അവർ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ, അല്ല അവർ വരുമെന്ന് പറയാൻ പറ്റും. ഭൂരിപക്ഷം കൂടി ഭരിക്കും. അതല്ലേ അവസ്ഥ. ഇന്നലെ ഞാൻ പറഞ്ഞു 3 കാര്യം പറഞ്ഞു, വീണ്ടും പറയാണ്. 541 സീറ്റുള്ള 540 സീറ്റിലെ കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ പ്രധാനമന്ത്രി ആഗ്രഹിച്ച പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഈ മുസ്ലിം ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്ന് മത്സരിച്ച് തെറ്റായിപ്പോയി. മറ്റൊന്ന്, ഇപ്പൊ ഗാർഗയുടെ മകനാണല്ലോ പ്രിയങ്ക ഗാർഗയായിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി RSS നിരോധിക്കണമെന്ന് പറഞ്ഞു. അത് മുഖ്യമന്ത്രി സമ്മതിച്ചു. ഈയിടെ മണ്ടൻ മുഖ്യമന്ത്രി, കോൺഗ്രസ് മണ്ടൻ മുഖ്യമന്ത്രി. ഇപ്പോൾ വല്ല ഇലക്ഷൻ ഉണ്ടോ അസംബ്ലിയിൽ, അല്ല കർണാടകയിൽ? നിങ്ങൾ എന്തിനു വേണ്ടി ഇപ്പോൾ RSS നിരോധിച്ചു? അപ്പോൾ നശിച്ചുകൊണ്ടിരുന്ന RSSനെ ജീവനിരിക്കാൻ വേണ്ടിയാണ്. കാണുമ്പോൾ എന്താണെന്നറിയോ, പാവം കാക്കമാർ കൊണ്ട് RSS നിരോധിച്ചു. ഈ RSS നിരോധിക്കാൻ പറഞ്ഞത് എറണാകുളത്ത് ഡോക്ടർമാർ സമരം ചെയ്തപ്പോൾ എഞ്ചിനീയേഴ്സിനെ, ഡോക്ടർമാരല്ല, ഈ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയേഴ്സ് സമരം ചെയ്തു. അത് തെറ്റാണ്. ജനങ്ങൾ തല്ലിക്കൊല്ലുന്ന ഇപ്പോഴല്ലോ, അവരെല്ലാം കൊടുത്തത് ലോക്കപ്പിലിട്ട്, പോലീസ് ലോക്കപ്പിലിട്ട്. ഇത് സംരക്ഷണം കൊടുത്താണ്, അല്ല പോലീസ് അറസ്റ്റ് ചെയ്ത്. അതുപോലെ ഇപ്പം തകർന്നു പോയ RSSനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പം നിരോധനം. ഏതൊരു വസ്തുവിനെയും നിരോധിച്ചാൽ അത് പരിഹാരമല്ല, അത് വളരെയുള്ളൂ എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഈ കോൺഗ്രസ് ഗാർഗയുടെ മോനോ ഈ സിദ്ധരാമയ്യക്ക് മനസ്സിലായല്ലോ. അവര് മാസത്തുള്ള പിടികളില്ല, പിടികളേ. ഇപ്പോ ഞങ്ങൾ നിരോധിച്ചു. എന്താ നിരോധിച്ചത്? സർക്കാർ സ്ഥാപനങ്ങളിൽ അവരുടെ ട്രെയിനിങ് പാടില്ലാത്ത, അത് നിരോധനം അല്ല പറഞ്ഞത്. അതിന് പറയേണ്ടത് സ്ട്രിക്റ്റായ എൻട്രൻസ് പറയുന്നുണ്ട്, അല്ലാതെ നിരോധന. അത് പേരെന്താണ് നിരോധിക്കാനാ? ആരെയോ ഈ മണ്ടനാക്കുന്നത് ഈ 20% മുസ്ലിങ്ങളെയോ? അല്ലാതെ ആരും ഓത്ത് കിട്ടൂലല്ലോ. ആ കാലം പോയി. മുസ്ലിങ്ങൾ അങ്ങ് ചിന്തിക്കാൻ മാറി. RSS വന്ന് തുള്ളി മാറ്റ കാലമൊക്കെ പോയി. അവർ പറയുന്ന ന്യായമാണ് അംഗീകരിക്കും, അല്ലെങ്കിൽ എതിർക്കും. അല്ല അന്ധമായി എതിർക്കുന്നില്ല. ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പരിശീലിപ്പിച്ചിട്ട് ഈ സമുദായത്തെ. എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി കേൾക്കുന്നത്, അല്ല അന്ധമായ RSS വിരോധം, RSS സ്നേഹവും വേണ്ട, അന്ധമായ മുസ്ലിം സ്നേഹവും വേണ്ട, മുസ്ലിം അന്ധമായ RSS വെറുപ്പും വേണ്ട. പ്രശ്നാധിഷ്ഠമായിക്കണം. RSS ആണ് എന്ന് ചോദിച്ചാൽ നല്ല കാര്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് ലീഗാണ്, മുസ്ലിമാണ് ചോദിച്ചാൽ തീറ്റ കാര്യം സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എന്താ അവർ പഠിപ്പിച്ചതറിയോ?
നീതിയുടെ ശബ്ദം പഠിപ്പിച്ച, അല്ലാതെ വർഗീയതല്ല. നീതിയുടെ ശബ്ദം എന്താ പറഞ്ഞത്? പ്രശ്നാധിഷ്ഠിതമായിരിക്കണം. നിങ്ങൾ കാണുന്ന സമീപിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ കല്ലും നെല്ലും മാറ്റി, കല്ലും പതിലും മാറ്റി നെല്ല് കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യണം. അതാണ് പറയുന്നത് പ്രശ്നാധിഷ്ഠിതമായ സമീപം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അല്ല, അന്ധവേ RS വിരോധമല്ല പഠിപ്പിച്ചത്. ഇനിയെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ രാജ്യം ഭരിക്കുന്ന RS ആണ്. അപ്പോൾ ഇനി RS നിരോധനം അല്ലെങ്കിൽ RS വിരോധം പറ്റി വലിയ കാര്യമുണ്ടോ? അത് മണ്ടത്തരല്ലേ? മലർന്ന് തുപ്പ് തുല്യല്ലേ? ഇതാണ് കോൺഗ്രസ് മണ്ടത്തരം. കേരളത്തിൽ കോൺഗ്രസ് ഇതിനെ കാണിക്കുന്നത്, ഡൽഹിയിൽ കോൺഗ്രസ് ഇതിനെ കാണിക്കുന്നത് കണ്ടില്ലേ? 3 പേര് ഒരു സീറ്റ് കൊടുക്കാൻ പറ്റി അവിടുന്ന് കെട്ടി ഇറക്കി എടുത്ത്. അയാൾ ഇരിക്കുന്ന ഈഴവരാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈഴവ പ്രാതിനിധ്യം കൊടുത്ത് കുഴപ്പമില്ല. പക്ഷേ ഒരു 40% ഈഴവരെങ്കിലും കോൺഗ്രസ് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യണം. അത് വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ഈഴവന് സാധനം കൊടുത്തത്. ഇനി ക്രിസ്ത്യാനിയാണെന്ന് സംശയം എനിക്കറിയില്ല. ക്രിസ്ത്യാനി ചോദിക്കുക, ആകെ 10% ഉള്ളൂ. 10% കേരളത്തിൽ 5% കൺവെർട്ട് ക്രിസ്ത്യാനി, അത് ദളിത, അവർക്കൊന്നും പ്രത്യേക പോളിച്ചൊന്നുമില്ല. ഈ 10% നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ സ്ഥാനമാനും അവിടെ കൊടുത്താൽ എന്ത് പറ്റുമറിയോ? അവരും നശിക്കും, പാർട്ടി നശിക്കും. അതാണ് വിഷയം. ക്രിസ്ത്യൻ സമുദായം ഉത്തരത്തിൽ വളർന്നു തന്നെ ഞങ്ങളുടെ ആഗ്രഹം. കാരണം എല്ലാം നിങ്ങൾക്ക് വളർന്ന് പ്രോത്സാഹിപ്പിക്കണ്ട. ഇത് അവരും നശിക്കും, പാർട്ടി നശിക്കും. അവസാനം ഏക ആശ്രയം എന്ന് പറയുക. ഇപ്പോൾ അബിൻ വർഗി BJP പോകാൻ പോയില്ലെങ്കിലും അതുപോലെ ശ്രദ്ധിക്കുമ്പോൾ ഒറ്റ വഴി BJP പോകാനാണ്. അപ്പം ഇവരെല്ലാം BJPക്ക് ആളെ കൂട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസ് പലരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കാലമായിട്ട് ഇപ്പം അങ്ങനെയാണല്ലോ, അതാണ് ചെയ്തത്. ഇപ്പം മുസ്ലിങ്ങൾ നിൽക്കക്കളില്ലാതെ കമ്മ്യൂണിസ്റ്റിക്ക് സപ്പോർട്ട് ചെയ്യും. അതാ കളിയുടെ കളിയാണെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അഭ്യാസമൊന്നും ആരും എടുക്കണ്ട. കാരണം തലമറക്കുന്നത് തെറ്റാണ് പറയാൻ പറ്റില്ല. അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല. 2 കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നാടിന് ഉപദ്രവിക്കണം, അതിന് മറ്റുള്ളവർക്ക് ഉപദ്രവിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. ഇത് നാട്ടിൽ ഒരു പെൺകുട്ടി സ്കൂളിൽ വരുന്നത് തലയിൽ ഒരു വേഷം വരച്ച് ചെയ്തുകൊണ്ട് ആർക്കും ഉപദ്രവം? ആ കുട്ടിക്ക് ഉപദ്രവമുണ്ടോ? സമൂഹത്തിനുണ്ടോ? സമുദായത്തിനോ? നാടിനുണ്ടോ? അതിന് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അത് എതിർക്കട. അപ്പം അവരെ അല്ല കുഴപ്പം. അവരെ കാസ വലിയ തീവ്രവാദ, വലിയ വർഗീയ തീവ്രവാദം, വലിയ ലക്ഷ്യമുണ്ട് അവർക്ക്. അവരും പിന്നെ സംഖ്യ ആൾക്കൂട്ടൻ അത് വീണ് പോയതാ. ഇപ്പം ഒന്നുണ്ട് പല അച്ഛന്മാർ പറഞ്ഞല്ലോ, തലമറക്കേണ്ട അവകാശത്തിൽ ഇതിന് കന്യാസ്ത്രീ ഇടപെടുന്ന, അത് സ്കൂൾ ഇടപെടുന്ന, അങ്ങനെ സ്കൂളിൽ നിയമമുണ്ട്. ഇനി വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താണ്. ഈ നിർബന്ധമായ മതപ്രചരണം ആശുപത്രി മുഖേന, ആതുരാലയങ്ങൾ മുഖേന, പിന്നെ വിദ്യാലയങ്ങൾ മുഖേന നടത്തും. ഏത് പാർട്ടി നടത്തിയാലും, ഇപ്പോൾ മുസ്ലിം നടത്തിയാലും ഹിന്ദു നടത്തിയാലും ക്രിസ്ത്യൻ നടത്തിയാലും അത് എതിർക്കണം. ആരും എതിർക്കണ്ടോ? തലമർക്ക് തെറ്റാണ് പറഞ്ഞാൽ അത് സമൂഹത്തിന് നല്ല ചീത്തയാണെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വെറുതെ എന്തിനാ പറഞ്ഞത്? ഈ മാന്യന്മാർ വന്നല്ലോ, നിങ്ങൾ പറയണ്ടോ മതപ്രചരണം പാടില്ല ആതുരാലയങ്ങൾ കൂടിയും വിദ്യാലയങ്ങൾ കൂടിയും? പാടണോ? കാരണം നമ്മളൊരു ചില സംഘടനയുടെ ഒരു ഓഫീസ് റൂം എടുത്താൽ, അവിടെ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന ഒരു ഹോട്ടൽ എടുത്താൽ, ഒരു ഹോട്ടൽ റൂം എടുത്താൽ അവിടെ ബൈബിൾ വെച്ചിരിക്കുകയാണ്. മറ്റേ ആരെങ്കിലും ഗീതയോ അല്ലെങ്കിൽ ഖുർആനോ വയ്ക്കണ്ടോ? അവിടെ എടുക്കാം. പ്രചരണമാണ് എല്ലാ സ്കൂളുകളിലും. മതപ്രചരണം പള്ളിയോട് അറ്റാച്ച് ചെയ്തും ഒക്കെയാണ്. അത് മുസ്ലിം ചെയ്താലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ക്രിസ്ത്യൻ ചെയ്താലും അംഗീകരിക്കാൻ പറ്റില്ല, ആരും ചെയ്താലും അംഗീകരിക്കാനില്ല. സമുദായം വേറെ, ജാതി വേറെ, വിദ്യാഭ്യാസ സ്ഥാപനം വേറെ, പള്ളി വേറെ. തന്നെയല്ല, എത്ര ലക്ഷം കോടി രൂപയുടെ ഒരു കൊല്ലം കേരളത്തിൽ ഈ സഭ നടത്തുന്ന സ്കൂളുകൾക്ക്, കോളേജുകൾക്കും ആശുപത്രികൾ കൊടുക്കും ശമ്പളം സർക്കാർ കൊടുക്കുന്നു. അതിൽ വല്ല അതുകൊണ്ടോ? അതിലും വേണ്ടുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു കുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ വികാരം, അവളുടെ അറിവനുസരിച്ച് തലമറിച്ച് വന്നപ്പോഴേ അത് പാടില്ല എന്ന് ഞങ്ങൾ പറയുമ്പോഴേ ആ നിയമത്തിലാണ് തെറ്റല്ല, തലമറക്കുന്നതല്ല. കേട്ടോ മണ്ടന്മാരെ, നിങ്ങളാണ് ബുദ്ധിരാക്ഷസന്മാരെ ചിന്തിക്കരുത്. ബുദ്ധിയുള്ളവർ വേറെയുണ്ട്. സ്റ്റേജിൽ വരുന്നില്ല, പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് ജമാഅത്ത് കൗൺസിൽ ഒരാളെന്താ അബ്ദുറഹ്മാൻ്റെ ഉള്ളത്, ആ ഒരു സംഘി വന്ന് പറഞ്ഞപ്പോഴേ എന്തോടോ മുജീബ് റഹ്മാൻ സാഹിബ് നിങ്ങൾ വായടഞ്ഞു പോയത്? പറയണ്ടേത് നോ എൻട്രി ഉണ്ട്, സ്ട്രിക്ട്ലി നോ എൻട്രി ഉണ്ട്. നോ എൻട്രി ആണ് തത്യം, അല്ലെങ്കിൽ സ്ട്രിക്ട്ലി നോ എൻട്രി അല്ല. ഇവിടെ സ്ട്രിക്ട്ലി നോ എൻട്രി എടുത്താൽ മതി. അതാണ് അഞ്ച് കാര്യത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി മാറ്റിയതാണ് അത് പറഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, സുപ്രീം കോടതി വരും അങ്ങനെ പറഞ്ഞു. മഹത്വം ചോദിക്കണ്ടോ? ചാനൽ ചർച്ചയിലേക്ക് വന്നിരിക്കുമ്പോൾ ശരിക്കും വെൽ സ്റ്റഡീഡ് ആൻഡ് വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതിൽ ചെല്ലരുത്, ചെന്നില്ല എന്നുള്ളൂ.
ഏതെല്ലാം കോണിൽ നിന്ന് ചോദിച്ചാലും അത് ഉത്തരം പറയാനുള്ള ആവനാഴിൽ അമ്പുണ്ടായിരിക്കണം. അത്ര കണ്ട് സ്റ്റഡിയിലേക്ക് ഞങ്ങൾക്ക് വർഷങ്ങളോട് പഠനം ചിന്തയും വായനയായിരുന്നു. മറ്റുള്ളവർ പണം ഉണ്ടാക്കി വെള്ളം അടിച്ചപ്പോൾ അത് പണം ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങളുടെ അധ്വാനവും ആരോഗ്യം കിട്ടുന്ന സമയം പണവും എല്ലാം ഉപയോഗിച്ചിട്ട് പഠിക്കുക, ചിന്തിക്കുക, വായിക്കുക. അതായത് എന്തിനു വേണ്ടി? ഈ സമൂഹത്തിന് വേണ്ടി. നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് പോയാലും അടുത്ത തലമുറക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് പോകണ്ടേ? അതിനുവേണ്ടിയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ക്രിസ്ത്യ സഭയെ നടക്കുന്ന 99% ഒരു കുഴപ്പക്കാരിലും വളരെ മാന്യന്മാരാണ്. 1% മാത്രം ഈ കുശാഗ്ര ബുദ്ധിയുണ്ട്. അവരെ കാണും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിപ്പോവും. കോടികൾ മുടക്കിയത് ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ലിസി ഹോസ്പിറ്റലിൽ എത്ര കോടി, 500 കോടി ആയിട്ടുണ്ട്, അത്ര കണക്കില്ലല്ലോ മുടക്കിയത്. അടുത്ത ഉദ്ഘാടനമാണ്. ഇവിടെയെല്ലാം വന്ന് നോക്കിയ രോഗികളിൽ 90%, 70% ഈ തട്ടോട്ട് കാക്കമാരാണ്, അല്ലെങ്കിൽ തട്ടോട്ട് സ്ത്രീകളാണ്. സംശയം കണക്ക് നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്ററുകളിലുണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ പേരുണ്ടല്ലോ, ചെക്ക് ചെയ്ത് നോക്കിയോ. ഞാൻ തെറ്റാണ്. ഞങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഈ സംഘപരിവാർ. ഞാൻ എന്നറിയോ, അവർ പഠിക്കുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ അപ്പുറത്തെ വിഷയങ്ങൾ പഠിച്ചിട്ടാണ് പറയുന്നത്, പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. കണക്കുകളിലുണ്ട് ഒരു ദിവസം എത്ര വരുന്നുണ്ടൊക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വിഷയത്തൊക്കെ ഇടപെടരുത്. നമുക്കെല്ലാം സഹോദര സഹോദരന്മാരെ പോലെ പോയി മുന്നോട്ട് പോകാം. പഠിക്കട്ടെ, അല്ലാത്ത അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൂടിയും ആതുരാലയങ്ങളിലും കൂടിയുള്ള മതപ്രചരണവും മത പ്രോത്സാഹനവും അത് വേണ്ട. അതാണ് നിയന്ത്രിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു മഹാൻ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ തല മറക്കുന്നത് നിയമം മൂലം നിരോധിക്കുന്നു. പോയി പണി നോക്കണം. അങ്ങനെയൊന്നും RSS അത്ര കൊണ്ട് അനുഭവിച്ചിട്ടൊന്നുമില്ല. കാരണം ആവശ്യമില്ലാതെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടി വരിക. അങ്ങനെ ചെയ്യുന്നില്ല യാതൊരു പ്രതീക്ഷയില്ല. അത് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. അതിന് ഞാൻ ഇത്രയും പറഞ്ഞത് സങ്കടം വെച്ചാൽ ഈ സമുദായം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു പോർലൂലും ഏൽക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആഗ്രഹവും അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോയാൽ വെളുക്കാൻ തെച്ച് പാണ്ടായി പോകും. അങ്ങനെ പാണ്ടായിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി ചെയ്യുന്നു.